വാങ്ങി 6 മാസത്തിനുള്ളിൽ സ്വർണ്ണക്കുലിസ് പൊട്ടി. മാറ്റി നൽകാൻ ജ്വല്ലറി ഉടമ തയ്യാറായില്ല. നഴ്സിന്റെ പരാതിയിൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട് ഉപഭോക്തൃ കോടതി. കേടായ ആഭരണം നന്നാക്കി നൽകാത്ത ജ്വല്ലറി ഉടമ യുവതിക്ക് സ്വർണത്തിന്റെ നിലവിലെ വിപണി വില തിരികെ നൽകണമെന്ന് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ജ്വല്ലറി ഉടമയ്ക്കെതിരെ ആലപ്പുഴ സ്വദേശിയായ വനിതാ നഴ്സാണ് പരാതി നൽകിയത്. 53,880 രൂപയും ഒപ്പം നഷ്ടപരിഹാരമായി 20,000 രൂപയും അവർക്ക് നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. 15.820 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ പാദസ്വരങ്ങൾ ഇവർ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയിരുന്നു. 6 മാസത്തിനുള്ളിൽ പാദസ്വരത്തിന്റെ ചെറിയ കണ്ണികൾ പൊട്ടി. പകരം മറ്റൊന്ന് വേണമെന്ന ആവശ്യവുമായി അവർ ജ്വല്ലറിയെ സമീപിച്ചെങ്കിലും ഉടമ മാറ്റി നൽകാൻ തയ്യാറായില്ല. പകരം പാദസ്വരത്തിന്റെ കണ്ണി നന്നാക്കി നൽകി. പ്രശ്നം ആവർത്തിച്ചാൽ മാറ്റി നൽകാമെന്ന് ഉറപ്പ് നൽകി. വീണ്ടും കേടുപാടുകൾ സംഭവിച്ചതോടെ നഴ്സ് ജ്വല്ലറിയെ സമീപിച്ചെങ്കിലും വാക്കുപാലിക്കാൻ ഉടമ തയ്യാറായില്ല. പിന്നാലെയാണ് അവർ പരാതി നൽകിയത്. പരാതിക്കാരി നഴ്സായതിനാൽ രാസവസ്തുക്കളും മരുന്നുമൊക്കെ ഉപയോഗിക്കുന്നതിനാൽ അങ്ങനെ ആഭരണത്തിന് കേടുപാടുകൾ സംഭവിച്ചതാകാമെന്നാണ് ഉടമ വാദിച്ചത്. ആലപ്പുഴ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വനിതാ നഴ്സിന് അനുകൂലമായാണ് വിധി പറഞ്ഞത്. എന്നാൽ ഉത്തരവിൽ പറഞ്ഞ പണം നൽകാൻ ഉടമ തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരി സംസ്ഥാന ഉപഭോക്തൃ സമിതിയെ പിന്നീട് സമീപിച്ചു. SSC DRC പ്രസിഡന്റ് ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ, ജുഡീഷ്യൽ അംഗം D അജിത് കുമാർ, അംഗം രാധാകൃഷ്ണൻ KR എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. പരാതിക്കാരിക്ക് നിലവിലെ വിപണി വില തിരികെ കിട്ടാൻ അർഹതയുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. ആഭരണം തിരികെ നൽകുന്നതിന് പകരമായി 15.820 ഗ്രാം സ്വർണത്തിന്റെ നിലവിലെ വിപണി മൂല്യം നൽകാൻ ജ്വല്ലറിയോട് നിർദ്ദേശിച്ചു. കൂടാതെ നഷ്ടപരിഹാരമായി 15,000 രൂപയും ചെലവായ 5,000 രൂപയും നൽകണമെന്നും സംസ്ഥാന കമ്മീഷൻ ഉത്തരവിട്ടു.